കേരളത്തിന് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.എ. സമദ. യു.ഡി.എഫിന്റെ വിജയത്തിളക്കം മുഴുവൻ നഷ്ടപ്പെട്ടുവെന്നും മുഖ്യമന്ത്രിയെ ഇതുവരെ തീരുമാനിക്കാത്തത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പും പരിഹാസവും ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്നും എം.എ. സമദ പറഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമാണ് കേരളത്തിലുണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം, ടീം യു.ഡി.എഫ് എന്ന പേരിൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും സാധാരണ ജനങ്ങളുടെയും എല്ലാവരുടെയും താല്പര്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ വിജയത്തിന് ആധാരമായത്. അതോടൊപ്പം കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചിരുന്ന ഇടതു സർക്കാരിൻ്റെ ജനവിരുദ്ധതയും ഐക്യജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിൽ ഇതുവരെ ലഭിക്കാത്ത വലിയൊരു വിജയത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷെ ആ ഒരു വിജയത്തിളക്കം മുഴുവൻ നഷ്ടപ്പെടും രീതിയിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഭൂരിപക്ഷം ലഭിച്ച ഒരു മുന്നണിയും ഭൂരിപക്ഷം ലഭിച്ച ഒരു പാർട്ടിക്ക് ഇതുവരെയും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്ത വിധം വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കും വിധത്തിൽ, ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരാകും വിധത്തിലുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ ഏറ്റവും പെട്ടെന്നൊരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ യാതൊരു പ്രയാസവും അവശേഷിക്കുന്നില്ല. ഒരു പാർട്ടിക്കകത്തെ ജനാധിപത്യ രീതികളും പാർട്ടി കീഴ്വഴക്കങ്ങളും ഒക്കെ പാലിക്കണം, അതിനാർക്കും എതിരഭിപ്രായമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു തുടർഭരണം ഇല്ലാതാക്കിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരമേൽപ്പിച്ചത് ഒരു ഗവൺമെന്റ് ഇല്ലാത്ത വിധം ശൂന്യത ഉണ്ടാക്കാനല്ല, മറിച്ച് ഒരു ഗവൺമെന്റിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാനാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ഏറ്റവും നല്ല ഒരു ഇംപ്രഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടിയിരുന്നവർ അത് കളഞ്ഞു കുളിച്ചൊരു സാഹചര്യത്തിൽ ഇനിയും വൈകിപ്പിക്കാതെ ജനഹിതം മാനിച്ചുകൊണ്ട് പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ തീരുമാനിക്കണമെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. സാധാരണ ജനങ്ങളുടെയൊക്കെ പൊതുവികാരം കൂടിയാണ് ഇത് എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇപ്പോഴുള്ളൊരു വിജയം എല്ലാ കാലത്തും ആവർത്തിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങളോടൊപ്പം നിൽക്കണം, ജനഹിതം മാനിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.